കല്യാണപ്പല്ലക്ക്. രാവിലെ വീട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ ഗായത്രിക്ക് അന്നൊരു പ്രത്യേക ഉത്സാഹമായിരുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്യാനും മഹേഷിന്റെ ഡ്രസ്സുകൾ പാക്ക് ചെയ്യാനുമെല്ലാം അവൾ അവനെ ഹെൽപ്പ് ചെയ്തു. മഹേഷ് വീട്ടിൽ നിന്ന് പോയി കുറച്ചു സമയം കഴിഞ്ഞിട്ടാണ് ഗായത്രിയും മാധവനും ഗീതയും കൂടി ഗായുവിന്റെ വീട്ടിലേക്ക് പോവാൻ തയ്യാറായി ഇറങ്ങിയത്. അവരാ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഉമ്മർത്ത് വേണുമാഷും ശ്യാമളയും ഉണ്ട്. ഗായുവിനെ കണ്ടപാടെ ശ്യാമള ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അടുത്തടുത്താണ് വീടെങ്കിലും അങ്ങനെ ഇങ്ങനെയൊന്നും ഗായത്രി വീട്ടിലേക്ക് അധികം വരാറില്ല. ഫൈനൽ സെമസ്റ്റർ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ശ്യാമളയും അധികം നിർബന്ധിക്കാറില്ലായിരുന്നു അവളെ. കുറച്ച് ദിവസം കൂടി മോളെ കണ്ടതുകൊണ്ട് തന്നെ അവളെ തൊട്ടും തലോടിയും ശ്യാമള അങ്ങനെ തന്നെ നിന്നു. വേണുമാഷ് അപ്പോഴേക്കും ഉമ്മറത്തിറങ്ങി വന്ന് മാധവനെയും ഗീതയും അകത്തേക്ക് ക്ഷണിച്ചു. വരും, എല്ലാവരും അകത്തേക്ക് വാ. പിന്നെ ശ്യാമളയും പറഞ്ഞതോടെ മാധവനും ഗീതയും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ചെന്നിരുന്നു. അപ്പോഴേക്കും തന്നെ ശ്യാമള അവിടെ ഇരുവർക്കും വേണ്ടി ജ്യൂസ് എടുത്തു. ജ്യൂസൊക്കെ കുടിച്ച് അവരെല്ലാവരും കൂടി വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലയും നിധിയും അവിടേക്ക് വന്നത്. അവരെ കൂടി കണ്ടതോടെ ഗായുവിന് ലോട്ടറി അടിച്ച സന്തോഷം. പിന്നെ 3 പേരും കൂടി ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്ന് കാര്യമായി തന്നെ സംസാരിച്ചു. അപ്പോഴേക്കും മഹേഷിന്റെ അമ്മയും അച്ഛനും വന്നുവെന്നറിഞ്ഞ് ജയന്തിയും അവിടെ ഓടി ഇങ്ങോട്ടേക്ക് വന്നു. ജയന്തി, സുഖമായിരിക്കുന്നോ? ഗീത ജയന്തിയെ കണ്ടപാടെ തന്നെ ചോദിച്ചു. സുഖമായിരിക്കുന്നു ചേച്ചി, ഞങ്ങൾ അറിഞ്ഞു മഹേഷ് ടൂർ പോയെന്ന്. എന്ന് വരും ഇനി? 2-3 ദിവസം എടുക്കുമെന്നാ അവൻ പറഞ്ഞു. എല്ലാവരും പരസ്പരം വളരെ സ്നേഹത്തോടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഷാജി ധരിച്ച് ഗൾഫിൽ പോയല്ലേ? ഗീത ചോദിച്ചപ്പോൾ ജയന്തി അല്പം വിഷമത്തോടെ തലയാട്ടി. ഇനിയിപ്പോൾ ഉടനെയൊന്നും വരില്ലായിരിക്കും, അടുത്ത വർഷമൊക്കെ ആകും ചേച്ചി വരാൻ. ഊണ് കഴിക്കാൻ സമയമായപ്പോഴേക്കും അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. എല്ലാം ഗായത്രിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ്. പുഴമീനും കൊഞ്ചും കരിമീനും എല്ലാം ഉണ്ട്. വളരെ ആസ്വദിച്ച് തന്നെ ഗായത്രി ആഹാരം കഴിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിച്ചപ്പോൾ ഗായത്രിക്ക് മനസ്സ് നിറഞ്ഞു. പിന്നെ വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞാണ് മാധവനും ഗീതയും പോകാനിറങ്ങിയത്. അവർ പോയപ്പോൾ ഗായുവിന് വല്ലാത്ത വിഷമം തോന്നിയെങ്കിലും അവളതൊന്നും പുറമെ പ്രകടിപ്പിക്കാതെ ചിരിയോടെ തന്നെ നിന്നു. അതേസമയം രാഹുലിന്റെ വീട്ടിൽ വിവാഹത്തലേന്നായതുകൊണ്ട് തന്നെ അപ്പുറവും ഇപ്പുറമുള്ള അയൽക്കാരും പിന്നെ അവരുടെ ഏറ്റവും അടുത്ത ചില ബന്ധുക്കളും ഒക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ കുറച്ച് ആളുകളുണ്ട് വീട്ടിലിപ്പോൾ. ഇന്നലെ കപ്പ പുഴുങ്ങിയതുകൊണ്ട് തന്നെ ഇന്ന് കപ്പ വേവിക്കാമെന്ന് തീരുമാനമായി. രമ്യയും ഉഷയും സുശീലയും ഒക്കെ ചേർന്ന് അടുക്കളയിൽ കാര്യമായി ജോലിയാണ്. രാഹുലും ഉണ്ട്. ഗംഗ എല്ലാവരെയും നോക്കി ഒരു ചിരിയോടെ ഹാളിലും അടുക്കളയിലും ഒക്കെയായി മാറി മാറി നിന്നു. എന്നാലും എൻ്റെ ഉഷ, ഇവൻ എവിടുന്ന് കിട്ടി ഈ തങ്കം പോലത്തെ പെണ്ണിനെ? ഓ, നമ്മുടെ കുടുംബത്തിലുണ്ടോ ഇതുപോലൊരു സുന്ദരി പെങ്കൊച്ച്? എന്നാ നിറമാ, പൊന്നിന്റെ നിറമില്ലേ? കണ്ടാലറിയാം നല്ല സാമ്പത്തികമുള്ള വീട്ടിലെ പെങ്കൊച്ചാണെന്ന്. രാഹുലിന്റെ ഒരു യോഗം. വകയിലുള്ള ഏതോ ഒരു ചെറിയമ്മയാണ്. വീടൽപ്പം ദൂരത്തായതുകൊണ്ട് തന്നെ നാളെ രാവിലെ മുഹൂർത്തത്തിന് ഇവിടെ സമയത്തെത്താൻ കഴിയില്ലെന്ന് പറഞ്ഞ് തലേന്നേ വന്ന് വീട്ടിൽ നിൽക്കുവാണ്. ശാന്തച്ചെറിയമ്മയുടെ വർത്താനം കേട്ടിട്ട് ഉഷ ഒന്നും മിണ്ടിയില്ല. ഒരു ചിരിയോടെ നിന്നതേ ഉള്ളൂ. നല്ല പഠിപ്പൊക്കെയുള്ള കൊച്ചാണ് ഉഷ. അവര് പിന്നെ ഗംഗയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള തിടുക്കത്തിലാണ്. PG വരെ പോയിട്ടുണ്ട് എറിയമ്മ. ഉഷ പതിയെ പറഞ്ഞു. അയ്യോ, അത്രയും പഠിപ്പുള്ള കൊച്ചാണോ? എന്നാലും എങ്ങനെ രാഹുലിന്റെ ഒപ്പം ഇറങ്ങി വന്നെന്നാ ഞാൻ ആലോചിക്കുന്നേ. ഇത് കേട്ടതും സുശീലയ്ക്ക് അത്ര പിടിച്ചില്ല. അതെന്താ ശാന്ത്, നീ അങ്ങനൊരു വർത്താനം? രാഹുൽ എന്താ അത്ര മോശമാണോ? അവനും കാണാൻ മിടുക്കനൊക്കെ തന്നെയാ. പിന്നെ പഠിക്കാൻ വിട്ട സമയത്ത് പഠിച്ചില്ല. അത് ശരിയെന്ന് കരുതി അവനെ കൊച്ചാക്കി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. സുശീല പറഞ്ഞതും ചേച്ചി ഒന്നും മിണ്ടാതിരിക്കും. അതിനിപ്പോ എന്താ? ചെറിയമ്മ പറഞ്ഞൊരു സത്യമല്ലേ? ഉഷ ഇലിക്കും മുള്ളിനും കേടില്ലാത്ത പോലെ രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുവാണ്. സുശീല രാഹുലിന് വഴക്കൊക്കെ പറയുമെങ്കിലും അവർക്ക് രാഹുൽ എന്ന് വെച്ച ജീവന. അതുകൊണ്ട് തന്നെ ആരെങ്കിലും രാഹുലിനെതിരായിട്ടോ അവനെ കളിയാക്കിയോ എന്തെങ്കിലും പറഞ്ഞാൽ സുശീലയ്ക്ക് ദേഷ്യം വരും. പെട്ടെന്ന് എടുത്തടിച്ചതുപോലെ സുശീല അങ്ങനെ പറഞ്ഞതും ശാന്ത ചെറിയമ്മ തൽക്കാലത്തേക്ക് ഒന്ന് ശാന്തയായി. ഏകദേശം 9 മണിയോട് അടുത്തപ്പോഴേക്കും അവരെല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു. അതേ ഉഷേ, ആ പെങ്കൊച്ച് ഇന്നും രാഹുലിൻ്റെ ഒപ്പമാണോ കിടക്കുന്നത്?
പിന്നെയും വരുവാണ് ശാന്ത ചെറിയമ്മ. അതിന് ചെറിയമ്മേ, ഇവിടെ ഇപ്പൊ വേറെ മുറിയൊന്നുമില്ല. തൽക്കാലം നീ ആ പെങ്കൊച്ചിനെ വിളിച്ച് ഇവിടെ രമ്യയ്ക്കൊപ്പം കൊണ്ടുവന്ന് കിടത്ത്. ഉഷയുടെ നോട്ടം അറിയാതെ പാളി സുശീലയുടെ മുഖത്തേക്ക് പോയി. അവരിതൊന്നും കേൾക്കാത്ത മട്ടിൽ തന്നെ നിന്നു. എല്ലാരും കൂടി എവിടെ കിടക്കാനാ? മാമന്മാരൊക്കെ ഹാളിൽ പാവിരിച്ചാ കിടക്കുന്നേ. ആ, അതെന്തെങ്കിലും ചെയ്യാൻ ചെറിയമ്മേ. ഇനിയിപ്പോ അതും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാ ആ ചെറുക്കൻ എന്റെ നേർക്ക് ചാടും. ഉഷ ശബ്ദം അടക്കി പിടിച്ച് രമ്യയോട് പറഞ്ഞു. ഗംഗാസമയം രാഹുലിന്റെ റൂമിലാണ്. അവൾ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് രാഹുൽ ധൃതിയിൽ അവിടേക്ക് വന്നത്. അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ആ, ഞാൻ ദാ വരുന്ന ചേട്ടാ, ഇപ്പൊ വരാം, ഒരു 10 മിനിറ്റ്. രാഹുൽ അത് പറയുന്നതോടൊപ്പം തന്നെ മുറിയുടെ ഭിത്തിയിൽ ആണിയടിച്ചിട്ട് ആദ്യം തൂക്കിയിട്ടിരുന്ന ബൈക്കിന്റെ ചാവിയും കൂടെ കയ്യിലെടുത്തു. ഗംഗാവിന്റെ ആ സംസാരം കേട്ടുകൊണ്ടാണ് എഴുന്നെടുത്തുനിന്ന് എഴുന്നേറ്റത്. രാഹുൽ എങ്ങോട്ടായി രാത്രിയിൽ? പെട്ടെന്ന് ഒന്നും ചെയ്തിക്കാതെ ഗംഗ അത് ചോദിച്ചതും രാഹുൽ അവളെ അടിമുടിയെന്ന് നോക്കി. നീ ആരെ എന്നെ ചോദ്യം ചെയ്യാൻ? അവൻ അവളുടെ നേർക്ക് 2 ചാട്ട്. രാഹുലെ, ഈ രാത്രി ഇനിയിപ്പോൾ പോകാൻ പറ്റില്ല. ഗംഗ, ഞാൻ നിന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ നീ ഒന്ന് പോയേ. രാഹുലിന്റെ കയ്യിലേക്ക് പിടിക്കാമെന്ന ഗംഗയുടെ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് രാഹുൽ ദേഷ്യത്തോടെ ഹാളിലേക്ക് നടന്നു. അവന്റെ പിന്നാലെ ഗംഗയെ. ഗംഗ വാതിൽപ്പടി വരെ എത്തിയപ്പോഴേക്കും രാഹുൽ ബൈക്കും എടുത്ത് പോയി. ഗംഗ ധൃതി വെച്ച് പുറത്തോട്ട് ഓടുന്നത് കണ്ടാണ് രമ്യ അവൾക്ക് പിന്നാലെ വന്നത്. എന്തു പറ്റി ഗംഗെ? എന്താ കാര്യം? രാഹുൽ ഈ രാത്രി എവിടേക്കോ പോയി ചേച്ചി. അവൻ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലേ? ഇല്ല, പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ എന്നോട് ദേഷ്യം കാണിച്ചു. സാരമില്ല, അവനിപ്പോ ഇങ്ങി വരുമായിരിക്കും. നീ ഇങ്ങി വാ, അകത്ത് കയറ്. അവരോട് സംസാരം കേട്ട് സുശീല അവിടേക്ക് വന്നു. ഇവൻ ഇത്ര ബോധമില്ലായി പോയല്ലോ. അല്ലെങ്കിൽ തന്നെ നാളെ വിവാഹം കഴിക്കാനിരിക്കെ ഈ അസമയത്ത് ആരെങ്കിലും വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോവോ? സുശീലയുടെ വാക്കുകൾ ഗംഗയെ വല്ലാത്തൊരു നടുക്കം സൃഷ്ടിച്ചു. അവളുടെ കണ്ണുകൾ വല്ലായ്മയോടെ വാതിലിന് നേർക്ക് നീണ്ടു. പുറത്ത് കൂറ്റാക്കൂരിരുട്ട്. ഗംഗയ്ക്ക് കണ്ണു നിറഞ്ഞ് കാഴ്ച മങ്ങി. ഭഗവാനെ, ഒന്നും വരുത്തരുതേ. അവൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുട്ടിലേക്ക് നോക്കി അതേ നിൽപ്പ് നിന്നു. കുറച്ചു നേരം സമയം കഴിഞ്ഞിട്ടും പുറത്തേക്ക് പോയ രാഹുൽ മടങ്ങി വന്നില്ല. ഗംഗ എപ്പോഴും കണ്ണീരോടെ അതേ നിൽപ്പാണ്. രമ്യ വന്ന് അവളുടെ കൈ പിടിച്ചു. ഗംഗ, നീ ഇവിടെ വെറുതെ നിന്നിട്ട് കാര്യമില്ല. അവന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ട് പുറത്തേക്ക് പോയതായിരിക്കും. നീ തൽക്കാലം റൂമിലേക്ക് ചെന്ന് കിടക്ക്. നനഞ്ഞ മിഴികൾ ഉയർത്തി ഗംഗ രമ്യയെ നോക്കി. എന്ത് അത്യാവശ്യമാണ് ചേച്ചി ഈ രാത്രി രാഹുലിനുള്ളത്? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്നെന്ന് പറഞ്ഞു പോകാനുള്ള മര്യാദ കാണിക്കണ്ടേ? സത്യം പറഞ്ഞ ഗംഗയുടെ ആ ചോദ്യത്തിന് മുമ്പ് രമ്യയ്ക്കും പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. അപ്പോഴേക്കും ഉഷ അവിടേക്ക് വന്നു. കരഞ്ഞു കലങ്ങിയ ഗംഗയുടെ കണ്ണുകൾ കണ്ടതും ഉഷയ്ക്കും ഒരു വെല്ലായ്മ തോന്നി. അവളെ വീട്ടിൽ വന്ന് കയറിയ ശേഷം ഒരിക്കൽ പോലും അവളെ ഒന്ന് കരയാതെ കണ്ടിട്ടില്ല. എല്ലാ ദിവസവും എന്തെങ്കിലും കാരണം ഉണ്ടാക്കും അവൾക്ക് കരയാൻ. കൊച്ചെ, നീ അകത്തേക്ക് കയറി ചെല്ല്. വെറുതെ ഇവിടെ നിന്ന് കാല് കഴിക്കണ്ട. അറിയാലോ, നാളത്തെ ദിവസം നിങ്ങളുടെ കല്യാണമാണ്. അവൻ പുറത്തേക്ക് പോയതായിരിക്കും, ഇപ്പൊ വരും. നീ അകത്തേക്ക് സമാധാനമായിട്ട് ചെല്ല്. വരുമ്പോ ഞാൻ ചോദിക്കുന്നുണ്ട് അവനോട് എവിടെ പോയതാണെന്ന്. ഉഷ പറഞ്ഞതും ഒടുക്കം മനസ്സില്ലാ മനസ്സോടെ രംഗ റൂമിലേക്ക് കയറിപ്പോയി. അതേസമയം രാഹുല് ആ ഇരുട്ടില് ബൈക്കുമായി കവലയെ കാത്തു നിൽക്കുകയാണ്. അവിടെ ആകെയുള്ള വെളിച്ചം വഴിവിളക്കുകളുടേതാണ്. രാഹുൽ വാച്ചിലേക്ക് നോക്കി. സമയം 9 ആയിരിക്കുന്നു. അപ്പോഴാണ് അവന്റെ ഫോണിലേക്ക് കോൾ വന്നത്. എടാ, ഒരു 5 മിനിറ്റിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തും കേട്ടോ. പിന്നെ അവർക്ക് ഇത്തിരി അർജന്റ് ആയതുകൊണ്ടാ നിന്നെ രാത്രിക്ക് രാത്രി വിളിച്ചേ. ഇത് ഫോണിലൂടെ സംസാരിക്കേണ്ട കാര്യമല്ലല്ലോ. ഏയ്, അതൊന്നും കുഴപ്പമില്ല. ഞാൻ ദാ ഇവിടെ കലിങ്ങിൻ്റെ അടുത്തുണ്ടടാ പറഞ്ഞുകൊണ്ട് രാഹുൽ ഫോൺ വെച്ചു. 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഏകദേശം 10 മിനിറ്റോളം കഴിഞ്ഞാണ് ഒരു ബൈക്ക് അവിടേക്ക് വന്നത്. മറ്റാരും ആയിരുന്നു, രാഹുലിന്റെ ഉറ്റ സുഹൃത്ത് സുമേഷ്. അവന്റെ ബൈക്കിന് പിന്നിൽ വേറൊരാൾ കൂടിയുണ്ട്, വാസുദേവൻ. ഡാ രാഹുലെ, ഇതാ ഞാൻ പറഞ്ഞ വാസുദേവൻ ചേട്ടൻ. രാഹുൽ അയാളെ നോക്കി ചിരിയോടെ നിന്നു. സത്യം പറഞ്ഞാൽ എന്റെ മോന് വേണ്ടി നോക്കി വെച്ച ജോലിയാ. പിന്നെ പെട്ടെന്നാണ് അവന് ഗൾഫിലേക്ക് പോകാൻ ഒരു ചാൻസ് വന്നത്. അവന് നാട്ടിൽ അല്ലറച്ചില്ലറ കൂട്ടൊക്കെ ഉണ്ടേ. എല്ലാ അലമ്പ് പിള്ളേരാ. അപ്പൊ ഞാനോർത്തു സ്വാഭാവികമായിട്ടും അവനെ പുറത്തോട്ട് എവിടെയെങ്കിലും കയറ്റി അയക്കുന്നത് നല്ലതെന്ന്. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആ ചെക്കൻ വഷളായി പോകത്തേ ഉള്ളൂ. അയാളുടെ വാക്കുകളിൽ മുന്നിട്ട് നിന്നത് അത്രയും
തൻ്റെ മകൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആവലാതിയാണ്. ചേട്ടാ, ചേട്ടൻ ആ ജോലിയെപ്പറ്റി ഒന്ന് അവനോട് പറഞ്ഞേ. മോനെ, നമ്മുടെ പ്ലാത്തോട്ടംകാരെ നിനക്കറിയാമോ? അവരുടെ ഏരിയയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് പ്ലാത്തോട്ടം. അവർക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. സൂപ്പർ മാർക്കറ്റും തുണിക്കടയും പ്ലാന്റേഷനും ഒക്കെ ആയിട്ട്. അത്യാവശ്യം വലിയ കാശുകാരാണ് അവർ. അറിയാം ചേട്ടാ, പ്ലാത്തോട്ടത്തിലെ ജേക്കബ് മുതലാളി ഞങ്ങൾക്കറിയാവുന്ന ഒരാളാണ്. അവരുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് ലോഡ് കൊണ്ടുപോകുന്നതാണ് ജോലി. തമിഴ്നാട്ടിൽ നിന്നൊക്കെ പോയി ലോഡ് എടുക്കേണ്ടി വരും. അതിനൊന്നും കുഴപ്പമില്ലല്ലോ അല്ലേ? അതൊന്നും പ്രശ്നമില്ല ഏട്ടാ. ഇവ നന്നായി വണ്ടി ഓടിക്കും. സുമേഷ് ചാടിക്കയറി പറഞ്ഞു. എങ്കിൽ കുഴപ്പമില്ല. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മോന് പറഞ്ഞു വെച്ച ജോലിയാണ്. അവൻ പെട്ടെന്ന് പിന്മാറിയപ്പോൾ പകരം ഒരാളെ കയറ്റിക്കൊടുക്കാവൂന്ന് ജേക്കബ് മുതലാളി ചോദിച്ചു. എങ്ങനെയാ പറ്റില്ലെന്ന് മറുത്തു പറയുന്നേ? അങ്ങനെയാ സുമേഷിനോട് സംസാരിച്ചതും രാഹുലിനെ പറ്റി അറിയുന്നതും ഒക്കെ. വലിയ ഉപകാരമുണ്ട് ഏട്ടാ. ഞാനിപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുക. സത്യം പറഞ്ഞാൽ ഈ ജോലി എനിക്ക് വലിയൊരു അനുഗ്രഹമാണ്, രാഹുൽ ഫബീദയോടെ പറഞ്ഞു. പിന്നൊരു കാര്യം, പ്ലാത്തോട്ടംകാരെക്കുറിച്ച് നിനക്കറിയാലോ. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കൊണ്ടും കൊടുത്തുമാ അവർ ഈ നിലയിലെത്തിയത്. അതുകൊണ്ട് തന്നെ അവരുടെ കമ്പനിയിൽ നിന്ന് അവരുടെ കാശും വാങ്ങി അവർക്കെതിരെ തിരിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവർ പ്രതികരിച്ചു കളയും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം എപ്പോഴും ജോലി ചെയ്യാൻ. പിന്നെ സത്യസന്ധത. എന്തെങ്കിലും കള്ളത്തരം ചെയ്ത് പിടിക്കപ്പെട്ട പിന്നെ എൻ്റെ പേരൊന്നും പറഞ്ഞേക്കരുത്, കേട്ടല്ലോ? വാസുദേവന്റെ ആ വാക്കുകളിൽ നിന്ന് തന്നെ രാഹുലിന്റെ പ്ലാത്തോട്ടംകാരെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടി. അയ്യോ, അങ്ങനൊന്നും പറയില്ല ഏട്ടാ. ഇവനെ വിശ്വസിക്കാം, നല്ല പയ്യനാ. സുമേഷ് രാഹുലിന് വേണ്ടി സംസാരിച്ചു. അങ്ങനല്ല സുമേഷേ, ഒരു കാര്യം പറയുമ്പോൾ നമ്മളതിൻ്റെ എല്ലാ വശവും പറയണമല്ലോ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്നു മുതൽ ജോലിക്ക് കയറാൻ പറ്റും? ചേട്ടാ, നാളെ എൻ്റെ വിവാഹമാണ്. ആഹാ, നാളെ വിവാഹമായിട്ടാണോ ഇന്നിവിടെ വന്നത്? അത് പിന്നെ ഈ ജോലി അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ്. ഞാൻ വിവാഹം കഴിഞ്ഞ് മറ്റന്നാൾ, അതായത് തിങ്കളാഴ്ച മുതൽ ജോലിക്ക് കയറാം, രാഹുൽ പറഞ്ഞു. ഇതിൽ മാറ്റമൊന്നും ഇല്ലല്ലോ അല്ലേ? വാസുദേവൻ എടുത്തു ചോദിച്ചു. അതല്ല, കല്യാണം കഴിഞ്ഞ് പുതുമോടിയൊക്കെ ആകുമ്പോൾ പിന്നെ കറക്കവും യാത്രയൊക്കെ ആയിട്ട് ജോലിയിൽ ഉഴപ്പോ? ഏയ് ഇല്ല ചേട്ടാ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. തിങ്കളാഴ്ച പ്ലാത്തോട്ടത്തിലെ സൂപ്പർ മാർക്കറ്റിന്റെ ഗോഡൗൺ ഉണ്ട്. അവരുടെ സൂപ്പർ മാർക്കറ്റ് അതിന്റെ ബാക്കിലായിട്ടാണ്. അവിടെ ചെന്നാൽ മതി. ജേക്കബ് മുതലാളിയുടെ മോൻ ആൽബിൻ അവിടെ കാണും. മാർട്ടിൻ അവിടെ കാണും. സൂപ്പർ മാർക്കറ്റിന്റെയും ഫിനാൻസിന്റെയും ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് ആ പയ്യനാ. ചെന്ന് അവനെ കണ്ട് സംസാരിച്ചാൽ മതി. കാര്യങ്ങളൊക്കെ അവൻ പറയും. ശരിയേട്ടാ, വലിയ ഉപകാരം. രാവിലെ നാളെ കാണാൻ കേട്ടോ. സുമേഷ് അതും പറഞ്ഞ് വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി. പിന്നെ അധിക നേരം അവിടെ നിൽക്കാതെ രാഹുൽ നേരെ വീട്ടിലേക്ക് മടങ്ങി. ഗംഗ പോയി കിടന്നിട്ട് ഉഷ രാഹുലിനോടുള്ള ദേഷ്യത്തിൽ ഡൈനിങ് ഹാളിൽ തന്നെ ഇരിക്കുവാണ്. ഇനിയിപ്പോൾ ആ ചെറുക്കിനൊന്നും പറയാൻ നിൽക്കണ്ട ഉഷേ. സുശീല മെല്ലെ ശബ്ദം അടക്കി ഉഷയോട് പറഞ്ഞു. നാളെ അവന്റെ വിവാഹമായിട്ട് ഇനി നമ്മൾ എന്തെങ്കിലും സംസാരിപ്പിച്ച് വെറുതെ അവരുടെ മനസ്സ് വിഷമിപ്പിക്കാൻ നിൽക്കേണ്ട. സുശീല പിന്നെയും പറയുകയാണ്. അപ്പൊ അകത്തിരുന്ന് കരയുന്ന പെങ്കൊച്ചിന്റെ മനസ്സോ? അവൾക്കും ഇല്ലേ മനസ്സും വിഷമമൊക്കെ? അവൾക്ക് വേണ്ടി ആര് ചോദിക്കും? കാര്യം, അവൾ അവൻ്റെ ഒപ്പം ഇറങ്ങി വന്നതാണെങ്കിൽ പോലും വീടും വീട്ടുകാരെയും ഒക്കെ വിട്ടിട്ട് അവനൊരാളിൽ വിശ്വാസം ഉറപ്പിച്ച് ഇറങ്ങി വന്ന പെണ്ണാണ് അവൾ. അവളോട് അവൻ ഉത്തരവാദിത്വം ഇല്ലെങ്കിലും എനിക്ക് ചില കടമകളൊക്കെ ഉണ്ട്, ഉഷ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. അതേ സമയത്താണ് രാഹുലിന്റെ ആ ബൈക്ക് ഉമ്മറത്തേക്ക് വന്നു നിന്നത്. ഉഷ ദേഷ്യത്തോടെ വാതിൽപ്പടിയിലേക്ക് ചെന്നു. ജോലി കിട്ടിയ സന്തോഷത്തിൽ ഒരു ചിരിയോടെ കയറി വന്ന രാഹുൽ ഉഷയുടെ മുഖം കണ്ടതും കണ്ണു ചുരുക്കി അവനെയും നോക്കി. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാതെ അകത്തേക്ക് കയറാൻ തുടങ്ങിയത് ഉഷ അവന്റെ കയ്യിൽ പിടിച്ചു വെച്ചു. എവിടെ പോയതാ രാഹുലെ, നീ ഈ സമയത്ത്? അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? മുമ്പ് ഇതിലും ലേറ്റായിട്ട് ഞാൻ വന്നിട്ടില്ലേ? അതൊക്കെ ശരിയാ, പക്ഷെ നാളെ നിന്റെ വിവാഹമാണെന്ന കാര്യം നിനക്കറിയാമോ? അറിയാം. അതറിഞ്ഞു വെച്ചുകൊണ്ട് ഈ രാത്രി നിനക്ക് പുറത്തു പോകേണ്ട കാര്യമുണ്ടോ? അമ്മേ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. നോക്ക് രാഹുലെ, ഇനിയെങ്കിലും നീ കുറച്ചൊന്ന് ഒതുങ്ങണം. നീ പോയപ്പോ തൊട്ട് ഒരു പെണ്ണ് കണ്ണീരോടെ ഈ വാതിക്ക് വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് രാഹുലും ഗംഗയെപ്പറ്റി ചിന്തിക്കുന്നത്. ജോലിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയിൽ ഇറങ്ങി ഓടിപ്പോയതാണ്. അല്ലാതെ മനഃപൂർവ്വം വേണോന്ന് വെച്ച് വിഷമിപ്പിച്ചതല്ല അവളെ. രാഹുൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടത് ഉഷയ്ക്ക് ഒരു വല്ലായ്മ തോന്നി. അകത്തേക്ക് കയറി ചെന്നിട്ട് ആ പെണ്ണിനെ ഒന്ന് സമാധാനിപ്പിക്കും. കരഞ്ഞ് മനസ്സ് വിഷമിച്ച അവൾ അകത്തേക്ക് പോയത്.
ഉഷ എങ്ങും തൊടാതെ അത്രയും പറഞ്ഞ് വാതിലടച്ച് കുറ്റിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. രാഹുൽ ചെല്ലുമ്പോൾ ഗംഗ കട്ടിലിന്റെ ഒരറ്റത്ത് കിടപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവളിൽ നിന്നും ഉയരുന്ന ഏങ്ങലടികളും ചെറുതായി ഒളിയുന്ന ദേഹവും കണ്ടപ്പോൾ തന്നെ രാഹുൽ മനസ്സിലായി അവൾ ഉറങ്ങിയിട്ടില്ലെന്ന്. ഒരു വേള ഗംഗയോട് കാര്യം പറഞ്ഞാലോ എന്ന് അവൻ ചിന്തിച്ചു. ഗംഗി, രാഹുൽ മെല്ലെ വിളിച്ചുകൊണ്ട് അവളുടെ തോളി കൈവച്ചതും ഒരൊറ്റ തട്ടായിരുന്നു ഗംഗ. മിണ്ടിപ്പോകരുത്. ഗംഗ ശബ്ദം ഉയർത്തിയത് പറഞ്ഞതും രാഹുൽ വല്ലായ്മയോടെ വാതിലിൽ നേർക്ക് നീങ്ങി. അടഞ്ഞു കിടക്കുന്ന വാതിലിനപ്പുറം നിന്ന് ആരെങ്കിലുമൊക്കെ ഈ സംസാരം കേൾക്കുമോ എന്ന് അവൻ ആദ്യമായി ചിന്തിച്ചു. മുൻപ് അങ്ങനെയുള്ള ചിന്തകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗംഗ, ഒന്ന് പതിയെ പറ. അമ്മാവന്മാരൊക്കെ പുറത്തുണ്ട്. അതിനെനിക്കെന്ത് വേണം? ആരൊക്കെ ഉണ്ടേലും എനിക്കെന്താ? അവൾ പിന്നെയും അലറുകയാണ്. ശബ്ദം വീണ്ടും ഉയർന്നത് രാഹുൽ കാറ്റുപോലെ അവൾക്കടുത്തേക്ക് ചെന്നു അവളുടെ ചുണ്ടിന് മുകളിൽ ചൂണ്ടുവിരൽ വെച്ചു. നമുക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ നീ സംസാരിച്ചാൽ മതി. വല്ലാത്തൊരു ഭീഷണിയുടെ ധ്വനിയുണ്ടായിരുന്നു അവന്റെ ശബ്ദത്തിന്. ഗംഗ നിറഞ്ഞ കണ്ണുകളോടെ രാഹുലിനെ നോക്കി. ഞൊടിയിടയിൽ അവളുടെ കണ്ണിൽ നിന്നും 2 തുള്ളി ഉടർ കവളിലൂടെ ഒഴുകിയിറങ്ങി. അവളുടെ കണ്ണീരധികം കണ്ടു നിൽക്കാനാവാതെ രാഹുൽ ഒന്നും മിണ്ടാതെ കട്ടിലിന്റെ മറു സൈഡിലേക്ക് കയറി കിടന്നു. അവന്റെ ആ പ്രവൃത്തിയെ ഗംഗ മറ്റൊരു രീതിയിലാണ് നോക്കിക്കണ്ടത്. പിന്നാലെ വേദനയോടെ ഗംഗയും കിടന്നു. ഏറെ നേരം ഉറക്കം വരാതെ അവൾ ആ കിടപ്പ് കിടന്നു. പിന്നെ പുലർച്ചെ എപ്പോഴുമാണ് ഒന്നുറങ്ങിയത്. പുലർച്ചെ തന്നെ വാതിലിൽ തട്ടുമുട്ടൊക്കെ കേട്ടു. ഗംഗേ, ഗംഗേ. പുറത്തൊന്ന് വിളിക്കുന്നത് രമ്യയാണെന്ന് ഗംഗയ്ക്ക് മനസ്സിലായി. ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് ഗംഗ പോയി വാതിൽ തുറന്നു. എന്താ ചേച്ചി? ഗംഗ, സമയം ഒരുപാടായി. 10:30 മുഹൂർത്തം. സോറി ചേച്ചി, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. ഏയ്, അതൊന്നും കുഴപ്പമില്ല. നീ വേഗം പോയി കുളിച്ച് റെഡിയായി വാ. സാരിയൊക്കെ ഉടുക്കണ്ടേ? സാരി ഉടുക്കാൻ അറിയാമോ? രമ്യ ചോദിച്ചതും ഗംഗ അറിയില്ല എന്ന ഭാവത്തിൽ ചുമലനക്കി. എങ്കിൽ പിന്നെ വേഗം പോയി കുളിച്ചിട്ട് വാ, ഞാൻ ഉടുപ്പിച്ചു തരാം. ഒന്ന് മൂളിക്കൊണ്ട് ഗംഗ അകത്തേക്ക് കയറി. അഴയിൽ വിരിച്ചിട്ടിരുന്ന തോർത്തും കുളിച്ചു മാറാൻ ഒരു ജോഡി വസ്ത്രവും എടുത്ത് പുറത്തേക്ക് അവൾ നടന്നു. ഉഷയും സുശീലയും ശാന്തയും അവരെല്ലാവരും ഉണ്ടായിരുന്ന അടുക്കളയിൽ. ഗംഗയ്ക്ക് അവരെയൊക്കെ നോക്കാൻ ഒരു ജാള്യത തോന്നി. ഇന്നലെ ദേഷ്യത്തിന്റെ പുറത്ത് അല്പം ഉറക്കെ സംസാരിച്ചത് ഇവരൊക്കെ കേട്ട് കാണുമോ എന്നാണ് അവളുടെ മനസ്സിലെ ചിന്ത. അതേസമയം താമസിച്ചുണർന്ന ഗംഗയെ ഒന്ന് അടിമുടി നോക്കുവാണ് ശാന്തച്ചെറിയമ്മ. സുശീലയും അവളുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഉഷ പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കാതെ രാവിലത്തെ കാപ്പിക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ രാവിലെ പ്രത്യേകിച്ച് കാപ്പികുടി പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബന്ധുക്കളോട് എല്ലാവരോടും നേരെ ക്ഷേത്രത്തിലേക്ക് വരാനാണ് പറഞ്ഞത്. പിന്നെ തലേദിവസം വീട്ടിൽ വന്ന ബന്ധുക്കൾക്ക് മാത്രം രാവിലെ പുട്ടും പയറും ഉണ്ടാക്കുന്നുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് ഗംഗ അകത്തേക്ക് കയറി വന്നപ്പോഴേക്കും ഉഷ അവളുടെ കയ്യിലേക്ക് ഒരു പാത്രത്തിൽ അല്പം പുട്ടും ലേശം പയറും ഒരു പപ്പടവും കൂടി വെച്ചു കൊടുത്തു. ഗംഗ അതുമായി സ്ഥിരം ഇരിക്കുന്നത് പോലെ ഉമ്മർപ്പടിയിലേക്ക് ഇരുന്നു. പിന്നെ മെല്ലെ നുള്ളി നുള്ളി കഴിക്കാൻ തുടങ്ങി. ഗംഗെ, കൊത്തിപ്പെറുക്കി കഴിക്കാതെ വേഗം കഴിച്ചെഴുന്നേറ്റ് രമ്യയുടെ അടുത്തോട്ട് ചെല്ലും. അവൾ സാരി ഉടുപ്പിക്കും. അറിയാലോ, മുഹൂർത്തത്തിനധികം സമയമില്ല. സുശീല അങ്ങോട്ട് വന്ന് പറഞ്ഞത് ഗംഗ കഴിപ്പ് വേഗത്തിലാക്കി. പിന്നെ മുറിയിലിരുന്ന് സാരിയും എടുത്തുകൊണ്ട് രമ്യയുടെ അടുത്തേക്ക് ചെന്നു. രമ്യ നല്ല ഭംഗിയായി തന്നെ അവളെ സാരി ഉടുപ്പിച്ചു. ഗംഗയ്ക്ക് കണ്ണു നിറഞ്ഞു. അച്ഛനും അമ്മയും ചതിച്ചിട്ടിറങ്ങിപ്പോന്നപ്പോൾ ഇല്ലാത്തൊരു സങ്കടമാണിപ്പോൾ. അന്നത്തെ ഗംഗയും ഇന്നത്തെ ഗംഗയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുള്ളതുപോലെ അവൾക്ക് തോന്നി. അന്ന് ആരെയും മോഹിപ്പിക്കുന്ന തരത്തിൽ രാഹുലിനൊപ്പം ഒരു ജീവിതം ജീവിച്ചു തീർക്കാനാണ് വന്നതെങ്കിലും ഇന്നിപ്പോൾ ആരോരുമില്ലാതെ, എന്തിനേറെ പറയുന്നു, രാഹുലിന് പോലും വേണ്ടാത്ത ഒരു ജന്മമായി തൻ്റെ ജന്മം മാറിയിരിക്കുന്നു. ഗംഗ വേദനയോടെ ഓർത്തു. താഴെ ഇരുന്ന് ഞുറി പിടിച്ചുകൊണ്ടിരുന്ന രമ്യയുടെ കൈത്തണ്ടയിലേക്കാണ് ഗംഗയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീരടർന്നു വീണത്. രമ്യ ഞെട്ടിലൂടെ മുഖമുയർത്തി നോക്കിയത് ഗംഗ കരയുകയാണ്. എന്താ ഗംഗ, എന്തിനാ നീ കരയുന്നേ? രമ്യ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ചേച്ചി. ഗംഗ പിന്നെയും ഏങ്ങലടിച്ചു. എന്തു പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ രമ്യ കുഴഞ്ഞു. ചേച്ചി, ഞാൻ എൻ്റെ അമ്മയോടും അച്ഛനോടും ഒക്കെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അവൾക്ക് അന്നൊരു എടുത്തുചാട്ടത്തിന്റെ പുറത്ത് അമ്മയും അച്ഛനെയൊക്കെ വിഷമിപ്പിച്ചത് വല്ലാത്ത കുറ്റബോധമുണ്ട്. ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി.
ഒരിക്കലും അവരുടെ മനസ്സിനെ വിഷമിപ്പിച്ച് ഇങ്ങനൊരു ബന്ധത്തിലേക്ക് ഞാൻ എടുത്തു ചാടി വരാൻ പാടില്ലായിരുന്നു. അതിൻ്റെ ഒക്കെയാ ഞാൻ ഈ അനുഭവിക്കുന്നതല്ലേ. അതേസമയം തൊട്ടപ്പുറത്തെ വീട്ടിലെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മുല്ലപ്പൂവും വാങ്ങി രമ്യയുടെ മുറിയുടെ കഥകിൽ തട്ടാൻ തുടങ്ങിയ രാഹുൽ കേൾക്കുന്നത് ഗംഗയുടെ ഈ സംസാരമാണ്. അവനൊരു വല്ലായ്മ തോന്നി. അന്ന് ആദ്യമായി അവനിൽ കുറ്റബോധം നിറഞ്ഞു.